Hello everyone, welcome back to my channel Slices of Life. പിന്നെ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് എങ്ങനെ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കളർ പേപ്പറും ഗമ്മും സിസറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കളർ പേപ്പർ ഇതുപോലെ നേർപകുതിയാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ നേർപകുതിയാക്കി മടക്കിയതിന് ശേഷം അതിനെ ഒന്നുകൂടെ ഒന്ന് പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുകൂടെ പകുതിയായി മടക്കിയതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പേപ്പറിനെ മുഴുവനായിട്ട് ഒന്ന് നിവർത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മടക്കിയപ്പം കിട്ടിയിട്ടുള്ള ഒരു അടയാളത്തിലൂടെ ഒരു കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കാം. അപ്പം നീളത്തിൽ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ അടയാളം വന്ന് നമ്മൾ മടക്കുമ്പോൾ തന്നെ ഈ ഒരു അടയാളം വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനത് മുഴുവനായിട്ടും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു പേപ്പറിൽ നിറയെ അങ്ങനെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ മടക്കിയത് കൊണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ പേപ്പർ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ പീസ് പേപ്പറിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ശരിയായി കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ബാക്കി വരുന്ന ഒരു ഭാഗം കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് മുറിച്ച് കളയും. ഒരു പീസിനെ 2 വട്ടം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമുക്കൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മളിപ്പോൾ മടക്കിയെടുത്തിട്ടുള്ള ഒരു പേപ്പറിന് റാ പോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി അതിലൂടെ കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മുറിച്ചെടുത്തിട്ടുള്ള എല്ലാ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പീസിൽ നിന്നും ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് റോസ് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പൂ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പൂവിൻ്റെ ഒന്ന് കട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഒരു മിഡിലൂടെ ഒന്ന് ഒരു കട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു ഇതൾ മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു കട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഇതളുമേ ഗം അപ്ലൈ ചെയ്തിട്ട് മറ്റേ ഇതൾ അതിന് മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പൂ എടുത്തിട്ട് അതിൻ്റെ ഒരു ഇതൾ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ഇതളുമ്മ ഗം അപ്ലൈ ചെയ്ത് അടുത്ത ഇതൾ അതിന് മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പൂ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് 2 ഇതൾ മുറിച്ച് മാറ്റിയിട്ടാണ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ 3 ഇതൾ മുറിച്ചിട്ടും 4 ഇതൾ മുറിച്ചിട്ടും ഒക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ലാസ്റ്റ് അതിനുള്ളിൽ ചെറുത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടാവില്ലേ, നേരത്തെ നമ്മൾ ഇതളുകൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് ഒന്ന് മടക്കി ഒട്ടിച്ചിട്ടാണ് നമ്മൾ അതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഏറ്റവും വലുത് താഴെ, അതിൽ ചെറുത് മുകളിൽ, ആ ഒരു രീതിയിൽ ചെറുതായി വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഉള്ളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പൂക്കളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൂക്കളും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് 4 റോസ് പൂക്കളാണ് ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ സൈഡ് പോർഷന് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു രസം കിട്ടും. പൂ ഒരു കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു നാച്ചുറലായിട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിങ്ക് കളർ പേപ്പറിന് പകരം റെഡ് കളർ പേപ്പർ യൂസ് ചെയ്താൽ ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ റോസ് ഫ്ലവേഴ്സും ഇങ്ങനെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.